ജനറൽ ബോഡി വരാൻ ഇനി 18 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു നല്ല സീരിയസ് ആയ മീറ്റിംഗ് ആയിരുന്നു. നമുക്ക് ഇവൻറ്റ്സ് പരമായിട്ടും നമ്മളുടെ ഫുഡിൻ്റെ ഇതിനും അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഓൾമോസ്റ്റ് ഒരു ഉച്ചവരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇപ്പോൾ ഏറ്റവും ജാസ്തി ഐ തിങ്ക് മീഡിയയിൽ ചർച്ച വരുന്നത് നമ്മളുടെ അൻസിബിയും ടിനി ടോമും നീന കുറുപ്പും പിന്നെ ലക്ഷ്മി പ്രിയയും ഇവർ 4 പേരുടെയാണ്. അപ്പോൾ അവരുടെ മെയിൽ കണ്ട് അത് സംബോധിച്ച് നമ്മളുടെ ഒരു പാനൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബിക്കോസ് ഒബ്വിയസ്ലി അവരുടെ ഒരു അഭ്യർത്ഥന നമ്മൾ കേട്ടേ പറ്റും, നമ്മുടെ മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ പക്ഷേ ആരാണ് എന്താണെന്ന് അത് നമ്മൾ മെയിൽ വഴി അവർ പറഞ്ഞു കൊടുക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംഘടനാപരമായ ആൾക്കാർ പരാമർശിച്ച് നമ്മളോട് ഒന്നും ചോദിക്കാതെ നമ്മുടെ മീഡിയ മുമ്പാകെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് സ്ട്രിക്റ്റായിട്ട് നമ്മുടെ EC മെമ്പേഴ്സ് ഉൾപ്പെടെ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്നുണ്ട് ലീഗലി. അതാണ് നമ്മുടെ ആദ്യത്തേത്. ബിക്കോസ് നമ്മളുടെ മീഡിയ പരമായ കാര്യങ്ങൾ വൺ സൈഡഡ് ആണ് എല്ലാം അറിയണത്. സത്യമായിട്ട് ആർക്കും കറക്റ്റായ സ്റ്റോറി അറിയില്ല. നമ്മളുടെ എല്ലാം ജനറൽ ബോഡി മുമ്പാകെയാണ് ഇതെല്ലാം എടുക്കാൻ പോകുന്നത്. പിന്നെ ഒരു ഓഡിയോ റിലീസായിരുന്നു നമ്മുടെ വാച്ച്മാൻ്റെ ആൻഡ് ജനറൽ സെക്രട്ടറി സംസാരിച്ച്. ആ ഒരു ഓഡിയോ ജനറൽ സെക്രട്ടറിൻ്റെ പേഴ്സണൽ ഫോണിൽ നിന്നാണ് ലീക്കായത്. അപ്പോൾ അത് ആരാണെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ ജനറൽ സെക്രട്ടറി അതിൻ്റെ ഉത്തരവാദിത്വം എടുത്തു. നമ്മളുടെ എല്ലാവരെയും മുമ്പിൽ അതിൻ്റെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് ആ വോയിസ് മെസ്സേജ് മാല പാർവതി ചേച്ചിക്ക് കൊടുത്തത്. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ അത് ഭയങ്കര രമ്യമായിട്ട് തന്നെയാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷേ മീഡിയ മുമ്പാകെയുള്ള കാര്യമല്ല സത്യം. അതെ. അല്ല, അൻസിബ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. നമ്മുടെ ഓരോ മെമ്പേഴ്സും ഇപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒബ്വിയസ്ലി നമ്മുടെ EC മെമ്പേഴ്സ്, നമ്മുടെ എന്തായാലും പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറി ഇല്ലാത്ത ഒരു പാനലും ഉണ്ടാവില്ല. പക്ഷേ അതല്ലാതെ നമ്മുടെ വേറെ പുറത്തുനിന്ന് 3 ആൾക്കാർ, നമ്മുടെ അമ്മ മെമ്പേഴ്സിൽ തന്നെ. അപ്പോൾ 5 ആൾക്കാർ ഉള്ള ഒരു പാനലാണ് ഇതിന് ഉണ്ടാവും. നിലവിൽ ഇപ്പോൾ പറഞ്ഞല്ലോ ഓഡിയോ ലീക്കായ സംഭവം പറഞ്ഞത് നിങ്ങളുടെ പറയുന്ന ഒരു സംഭവമാണ്. അത് CCTV ദൃശ്യങ്ങളാണ് ആ ചാനൽ തന്നെ പറഞ്ഞത്. അത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ട ഒരു സാധനമാണ്. വാർത്തകൾ ചോടുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ ചോടുന്ന പോലെയല്ല. അത് ചോർത്തിയത് കുക്കു പരമേശ്വരാണെന്ന് തന്നെ നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ഗുരുതരമായിട്ടാണ് നിങ്ങൾ കണ്ടിട്ട്. മറ്റു വാർത്തകൾ ചോടുന്ന പോലെയല്ല. CCTV അമ്മയ്ക്കുള്ളിൽ CCTV എന്നാണ് പറയപ്പെടുന്നത്. ഓഡിയോ അത് ചോർത്തിയത് ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളാണ് ചോർത്തിയത്. മറ്റുള്ള ഒരു സാധാരണ മെമ്പർ അല്ല ചോർത്തിയത്. അപ്പോൾ അതിനും വെറുതെ ഒരു ഷോക്കേസ് നോട്ടീസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കിയെല്ലാം തീരുമാനങ്ങൾ നമ്മുടെ ECൻ്റെ ഉള്ളിലാണ്ടാവുക. പിന്നെ ജനറൽ ബോഡി മുമ്പാകെ ഇത് എന്തായാലും വരുമല്ലോ. അപ്പോൾ ജനറൽ ബോഡി വരെയാണോ ഈ ഷോക്കേസ് നോട്ടീസിൻ്റെ ഒരു കാലാവധി? അല്ലല്ല, ഷോക്കേസ് നോട്ടീസ് നമ്മൾ അടുത്ത 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും അയക്കും. വിതിൻ 3 to 5 വർക്കിംഗ് ഡേയ്സ് അവർ അതിൻ്റെ ഉത്തരം എല്ലാവരും തരണം. ഇതിൻ്റെ മറുപടി തരണം എല്ലാവരും. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം ജനറൽ ബോഡി വരുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അതേ ഊർജ്ജത്തിലാണ് നമ്മൾ ജനറൽ ബോഡീൻ്റെ തീരുമാനങ്ങളും നമ്മളുടെ ആ ഒരു പ്ലാനിങ് എല്ലാം നടക്കുന്നത്. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ എന്താ പറയുക, തരുണങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ അതേ രീതിയിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നിങ്ങൾ ആരും എന്താ പറയുക പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിങ്ക് മന്തിൽ നമ്മളുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ക്യാൻസർ കെയർ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഐ കെയർ കൊടുത്തിട്ടുണ്ട്, കിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ചെറിയ ചാരിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആൾക്കാർ സംസാരിക്കാതെ വൺ സൈഡഡ് സ്റ്റോറി പ്ലീസ് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ചെറിയൊരു ഫാമിലിയാണ്, 502 ആൾക്കാരുടെ ഒരു ഓർഗനൈസേഷനാണ്. ഒരുപാട് മെമ്പേഴ്സ് ഇതിൻ്റെ എന്താ പറയുക നല്ല അഡ്വാൻറ്റേജസും അവരുടെ ഹെൽപ്പ് കിട്ടുന്ന ഒരു ഇതാണ്. സോ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഡൈല്യൂട്ട് എന്ന് മാത്രമേ എനിക്ക് മീഡിയേൻ്റെ അടുത്ത് അഭ്യർത്ഥിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഓഫ് കോഴ്സ് ഈ മാലാപാർവതിക്കാണല്ലോ ഒരു മെമ്പറിനാണ് ചോർത്തി കൊടുത്തത്. സാധാരണ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടാറുണ്ട്.
ഇല്ലാന്ന് ഞങ്ങൾ ആരും പറയും മാധ്യമങ്ങൾ ചോദിച്ചു. പക്ഷെ ഒരു മെമ്പറിന് ഒരു ജനറൽ സെക്രട്ടറി ഇത്രയും കാര്യങ്ങൾ ചോർത്ത് കൊടുക്കുക അത് ഏറ്റവും ഗൗരവമായിട്ട് തന്നെയല്ലേ നിങ്ങൾ അത് ഇനി നമ്മൾ അത് EC-യിൽ ചർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മീഡിയ മുമ്പാകെ നമ്മളൊന്നും പറയില്ല. ഇതൊരു ഇത്രയേ ഉള്ളൂ. മാധ്യമങ്ങൾ ആരൊക്കെയാണ് ചോർത്ത് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. താങ്ക് യു. പറയൂ. അത്രേ ഉള്ളൂ. മാധ്യമങ്ങൾക്ക് ന്യൂസ് ഉണ്ടാക്കണം. അവർക്ക് വൺ സൈഡഡ് ആണെങ്കിലും അവർ എല്ലാം സൈഡിൻ്റെ ഒരു സ്റ്റോറി ചെയ്യാറില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇതുവരെയ്ക്കും ഇക്കയല്ലേ തുടങ്ങിയത്. അല്ല എനിക്ക് വാർത്ത കിട്ടുന്നത് കൊടുക്കുക എന്നുള്ളതാണല്ലോ. വാർത്ത കിട്ടിയാൽ കൊടുക്കുക എന്നുള്ള മാധ്യമ ധർമ്മം അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പറയണത് നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഇത്രയും വർഷങ്ങളായിട്ട് കൂടെ ഉണ്ടായ ഒരാൾക്കാരാണ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻസ്. പക്ഷേ നെഗറ്റീവ് ന്യൂസിനാണല്ലോ കുറച്ചും കൂടി വ്യൂസ് അല്ലേ. സോ ഐ എം ഹാപ്പി. പക്ഷേ നിങ്ങളെല്ലാവരും നമ്മളെ ഇതുവരെയ്ക്കും സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളെ സ്ത്രീകളെ തൽപ്പത്ത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ജനറൽ ബോഡിക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഒരു അഭ്യർത്ഥന ഉള്ളൂ എല്ലാവരോടും. നല്ല പ്രവൃത്തി നമ്മൾ കൊടുക്കാറുണ്ട്. നല്ല പ്രവൃത്തി മുത്തങ്ങായി പോയ സംഭവം നിങ്ങൾ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ആരും കൊടുത്തിട്ടില്ല. ടിനി ടോം ഇവിടെ എല്ലാ ദിവസവും വന്നിട്ടുണ്ട്. വന്നിട്ടില്ല. അവരെല്ലാവർക്കും നമ്മുടെ കമ്മിറ്റീന് അത്ര വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് അവർ പറയുന്നത് അല്ലേ. സി വി ഹാവ് ടു സോൾവ് ദ പ്രോബ്ലം. നമ്മളെ സംബന്ധിച്ച് ഇവരെല്ലാവരും നമ്മുടെ മെമ്പേഴ്സാണ്. നമ്മളിവിടുന്ന് ആർക്കും പണിഷ്മെൻറ്റോ നമ്മളിത് കോർട്ടല്ല. സോ വി വോണ്ട് ടു സോൾവ് ദ പ്രോബ്ലം. നമ്മളെ സംബന്ധിച്ച് എല്ലാം ഫ്രം എവറി മെമ്പർ ഷുഡ് ബി ഇൻ അമ്മ. ഓഫീസ് സ്റ്റാഫ് അതിൻ്റെ പരാതി നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതും വളരെ ഗൗരവമായിട്ടുള്ള പരാതി. അതിലെന്തെങ്കിലും തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും? ഐ തിങ്ക് ഇത് നമ്മൾ ലാസ്റ്റ് ടൈം സംസാരിച്ച് കഴിഞ്ഞില്ലേ. അല്ല അപ്പോൾ നമുക്ക് ഇനിയും സംസാരിക്കണോ? അല്ലല്ല, അതിനുശേഷമുള്ള നിയമ നടപടിയുമായി വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. ആണോ? അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കിട്ടുമ്പോൾ ഞാൻ പറയാം. ഈ മുഹമ്മദിനെ നിലവിൽ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണോ ലീവിലാണോ? മുഹമ്മദ് ഒരു ഓഡിയോ മുഹമ്മദിന്റെ പുറത്ത് വന്നതിന് ശേഷം മുഹമ്മദിനെ പറഞ്ഞു വിട്ടതാണോ? പക്ഷെ അവരുടെ കമ്പനി പറയുമ്പോൾ മുഹമ്മദിനെ ഇവിടെ വേണ്ട എന്ന് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിൽ പ്രസിഡന്റ് എങ്ങനെയാണ് അത് അറിഞ്ഞിരിക്കുന്നത്? അല്ല, ഒരു ലീവിന് പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്രയേ അറിയുള്ളൂ. അപ്പം നമുക്ക് ഒബ്വിയസ്ലി സെക്യൂരിറ്റി ഏജൻസി അവർ റിപ്ലേസ്മെൻറ്റ് തരും. അത്രയേ ഉള്ളൂ. അതിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി? യെസ് ഉണ്ട്. ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. റിവോക്ക് ചെയ്ത ഒരു ഇതാണ്.